വൈകുന്നേരങ്ങളിലെ കട്ടൻ ചായയും കട്ടൻ കാപ്പിയുടെ ഒക്കെ കൂടെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ള പലഹാരങ്ങളും കൂടി ഉണ്ടെങ്കിൽ എൻ്റെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതും നാടൻ പലഹാരങ്ങളെന്ന് വെച്ചാൽ പറയേ വേണ്ട, അവർ വളരെ ആസ്വദിച്ച് കഴിക്കും. ഈ ചിപ്സൊക്കെ കഴിക്കണേക്കാളൊക്കെ ഇഷ്ടമാണ് അവർക്ക് ഇത്തരത്തിലുള്ള പലഹാരങ്ങളോട്. അപ്പോൾ അത്തരത്തിലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോയിൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ റെസിപ്പി എന്ന് പറയുന്നത് മസാല ബ്രെഡാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ ഒരു ബൗളിലേക്ക് ആദ്യം കുറച്ച് കടലമാവാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഒരു സവാള ചെറുതായി അരിഞ്ഞതും തക്കാളി ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുക. പിന്നെ കറിവേപ്പിലയും മല്ലിച്ചെടിയും ചെറുതായി അരിഞ്ഞിട്ട് അതും ചേർക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി കേട്ടോ. കുട്ടികൾക്കായ കാരണം ഞാൻ വളരെ കുറച്ച് മുളക് പൊടി ചേർക്കുന്നുള്ളൂ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇത് കറുത്ത എള്ളാണ് കേട്ടോ ചേർക്കുന്നത്. അത് ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും, അതിന് വേണ്ടിയാണ്. പിന്നെ ലാസ്റ്റ് ചേർക്കുന്നത് പഞ്ചസാരയാണ്. പഞ്ചസാര ഓപ്ഷണലാണ്. എൻ്റെ കുട്ടികൾക്ക് പിന്നെ സ്വീറ്റ്നസ് ഇത്തിരി ഇഷ്ടമായ കാരണം ഞാൻ അത് ചേർത്ത് കൊടുക്കുന്നതാണ്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഈ ഒരു ഇതിൻ്റെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഒരുവിധം തിക്കായിട്ടുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ വെള്ളം നമ്മൾ ഒറ്റയടിക്ക് ഒഴിക്കരുത്. കുറേശ്ശെയായിട്ട് ഒഴിച്ചിട്ട് അതിൻ്റെ ആ ഒരു പരുവം നോക്കിയിട്ട് വേണം, പിന്നെ വേണമെങ്കിൽ ഒഴിച്ചാൽ മതി. അങ്ങനെ തിക്കായിട്ടുള്ളൊരു ബാറ്റർ തയ്യാറാക്കിയെടുക്കുക. ഇത് ബ്രെഡ് ഞാൻ വീറ്റിൻ്റെയാണ് എടുത്തിരിക്കുന്നത്. കാരണം നല്ല ഹെൽത്തി ആയിട്ടുള്ളത് വേണമല്ലോ, നമ്മൾ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീറ്റ് ബ്രെഡ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഞാൻ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ആ ഒരു മസാലയിൽ കോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് പിന്നെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മളൊരു ഷാലോ ഫ്രൈ ആണ് കേട്ടോ ചെയ്യുന്നത്. അത് നന്നായിട്ട് തിരിച്ചും മറിച്ചും സൈഡും ഒക്കെ നന്നായിട്ട് അത് വേവിച്ചെടുക്കണം. എൻ്റെ കുട്ടികൾക്ക് വെച്ചാൽ ആ ഒരു പച്ച ചുവയൊക്കെ കടലമാവിൻ്റെ വന്നാൽ അവർ പിന്നെ കഴിക്കില്ല. അതുകൊണ്ട് തന്നെ നന്നായിട്ടത് വേവിച്ച് നന്നായി ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളുടെ മസാല ബ്രെഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്ക് എന്തായാലും ഈവനിങ് ടൈമിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വളരെയധികം ഇഷ്ടപ്പെടും. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ, ടേക്ക് കെയർ.